Next, extrema on a sphere. Find the maximum and minimum values of f of x, y, z equal to x minus 2y plus 5z on the sphere x square plus y square plus z square equal to 30. അപ്പം എഫ് ഇതാണ്, ജി സ്പിയറുമാണ്. അപ്പം ഡെൽ എഫ് കണ്ടു, ഡെൽ ജി കണ്ടു, ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി അതെഴുതി. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? 1 ഈക്വൽ ടു ഇതാ 1 ഈക്വൽ ടു 2x ലാംഡ എന്ന് കിട്ടും. അതിനകത്ത് എക്സ് ഈക്വൽ ടു 2 ബൈ ലാംഡ എന്ന് കിട്ടും. പിന്നെ -2 ഈക്വൽ ടു -2 ബൈ ലാംഡ അത് കിട്ടും. അതിനകത്ത് y ഈക്വൽ ടു 1 -1 ബൈ ലാംഡ കിട്ടും. പിന്നെ 5 ഈക്വൽ ടു 2z ലാംഡ എന്ന് കിട്ടും. അതിനകത്ത് z ഈക്വൽ ടു 5 ബൈ 2 ലാംഡ. ഈ ഒന്നാമത്തെ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്കെന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 1 ബൈ 2x. അത് ലാംഡ ഈക്വൽ ടു 1 ബൈ 2x. അത് ഈ വൈയിൽ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം y ഈക്വൽ ടു -2x എന്ന് കിട്ടും. ഇനി ലാംഡ ഈക്വൽ ടു 1 ബൈ 2x മൂന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൂന്നാമത്തെ ഇക്വേഷനിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ z ഈക്വൽ ടു 5x എന്ന് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 30. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് ഈക്വൽ ടു 30. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 30 എക്സ് സ്ക്വയർ ഈക്വൽ ടു 30 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ -1. അപ്പം എക്സ് 1 ആണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ -2x ആണ്, സെഡ് 5x ആണ്. അപ്പോൾ എക്സ് 1 ആണെങ്കിൽ വൈ -2 സെഡ് 5. ഇനി എക്സ് -1 ആണെങ്കിലോ എക്സ് -1 ആണെങ്കിൽ വൈ 2 സെഡ് -5. അപ്പം എക്സ് 1 -2 5 ആണ്, 1. അവിടെ 30 കിട്ടും. അതാണ് മാക്സിമം വാല്യൂ. ഇനിയുള്ളത് -1 2 -5 ആണ്. അവിടെ -30 കിട്ടും. അതാണ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ 30, മിനിമം വാല്യൂ -30. നെക്സ്റ്റ്, മിനിമൈസിങ് എ സം ഓഫ് സ്ക്വയേഴ്സ്. Find 3 real numbers whose sum is 9. Whose sum is 9. And sum of whose squares is as small as possible. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നമുക്ക് സ്മോൾ ആക്കേണ്ടത്. അപ്പം എഫ് ഈക്വൽ ടു സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്. എക്സ് വൈ സെഡ് ആണ് നമ്പർ എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈ എഫിനെ മിനിമം ആക്കണം. അപ്പം ജി തന്നിട്ടുണ്ട്, ജി സമ്മ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എഫ് കിട്ടി, ജി കിട്ടി, ഡെൽ എഫ് കണ്ടു, ഡെൽ ജി കണ്ടു, ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി. അപ്പോൾ ഇങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 2x ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. അടുത്തത് 2y ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. 2z ഈക്വൽ ടു ലാംഡ എന്നും കിട്ടും. അപ്പം എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ആണ്. അപ്പം എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9 ആണ്. അപ്പം എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 3, സെഡ് ഈക്വൽ ടു 3 ആണ്. അപ്പം എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 3, സെഡ് ഈക്വൽ ടു 3 ആണ് കിട്ടുന്ന ആൻസർ. ദെൻ അടുത്തത് maximizing a product. Find the largest product, the positive numbers. Largest product to the positive numbers x, y and z can have x plus y plus z square equal to 16. അപ്പോൾ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് മാക്സിമൈസ് ലാർജസ്റ്റ് ആണ്. അപ്പം എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആണ്. എക്സ് വൈ സെഡിൻ്റെ പ്രോഡക്റ്റ് ആണത്. അപ്പം എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ സെഡ്. ജി തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 16. അത് തന്നിട്ടുണ്ട്. അപ്പം എഫ് കിട്ടി, ജി കിട്ടി, ഡെൽ എഫ് കാണുക, ഡെൽ ജി കാണുക, ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി. അപ്പം ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന്
ആദ്യത്തെ രണ്ടെണ്ണത്തിനകത്ത് വൈ സെഡ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. രണ്ടാമത്തേനകത്ത് എക്സ് സെഡ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. അപ്പം വൈ സെഡും 1ഉം 2ഉം തുല്യമാണ്. വൈ സെഡ് ഈക്വൽ ടു എക്സ് സെഡ്. സെഡ് ഒരിക്കലും 0 ആവില്ല. സെഡ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ സെഡ് 0 ഓർ വൈ ഈക്വൽ ടു എക്സ്. സെഡ് 0 ആവില്ല. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ആണ്. വൈ ഈക്വൽ ടു എക്സ്. ഇനി ഇതിൻ്റെ അതിന് മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? എക്സ് വൈ ഈക്വൽ ടു 2z ലാംഡ. 2z ലാംഡയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എക്സ് വൈ ഈക്വൽ ടു 2z ലാംഡ. ദെൻ അതിനെ നമ്മൾ എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഈ വൈക്ക് പോലെ എന്ത് ചെയ്യണം? എക്സ് എഴുതണം. അപ്പം എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു വൈ ആണ്. വൈ ഈക്വൽ ടു എക്സ് ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു സെഡ് ലാംഡ. അത് കിട്ടി മൂന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് സെഡ് ഈക്വൽ ടു ലാംഡയാണ്. എക്സ് സെഡ് ഈക്വൽ ടു ലാംഡയാണ്. അപ്പോൾ ഈ ലാംഡയ്ക്ക് പോലെ ലാംഡയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2z ലാംഡ എന്നുള്ളത് ലാംഡയുടെ വാല്യൂ എക്സ് സെഡ് എന്ന് എഴുതുക. അപ്പം എന്ത് ചെയ്ത് എക്സും ക്യാൻസൽ ചെയ്തു. എക്സ് 0 അല്ല. എക്സും ക്യാൻസൽ ചെയ്താൽ എക്സ് ഈക്വൽ ടു 2z സ്ക്വയർ. എക്സ് ഈക്വൽ ടു 2z സ്ക്വയർ ആണ്. വൈയും അത് തന്നെയാണ്. വൈ ഈക്വൽ ടു 2z സ്ക്വയർ ആണ്. അത് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇതിൻ്റെ അകത്ത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെഡ് സ്ക്വയർ ഈക്വൽ ടു 16/5. സെഡ് ഈക്വൽ ടു മൈനസ് കിട്ടൂല. അപ്പോൾ 4/√5 എന്ന് കിട്ടും. സെഡ് ഈക്വൽ ടു 4/√5. അപ്പം എക്സ് ഈക്വൽ ടു അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താവും? എക്സ് ഈക്വൽ ടു 2z സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 32/5. വൈ ഈക്വൽ ടു ഓൾസോ 32/5. സെഡ് ഈക്വൽ ടു എന്തായിരിക്കും? സെഡ് ഈക്വൽ ടു 4/√5. അപ്പോൾ എക്സ് ഈക്വൽ ടു 32 ഇതാണ്. എക്സ് ഈക്വൽ ടു 32/5. എക്സ് ഈക്വൽ ടു 32/5. വൈ ഈക്വൽ ടു 32/5. സെഡ് ഈക്വൽ ടു 4/√5. അപ്പം എഫ് ഓഫ് എക്സ് വൈ സെഡിൻ്റെ വാല്യൂ ഇതാണ് കിട്ടുക. 4090 ഡിവൈഡ് ബൈ 25√5. നെക്സ്റ്റ് റെക്ടാങ്കുലർ ബോക്സ് ഓഫ് ലാർജസ്റ്റ് വോളിയം ഇൻ എ സ്പിയർ. ഇതാണ്. ഫൈൻഡ് ദ dimension of the closed rectangular box with the maximum volume that can be inscribed in a unit sphere. അപ്പം ഇതാണ് ഒരു യൂണിറ്റ് സ്പിയർ. ഈ റൗണ്ട് ഉള്ളതാണ് ഒരു യൂണിറ്റ് സ്പിയർ. അതിൻ്റെ അകത്ത് നമ്മളൊരു റെക്ടാങ്കുലർ ബോക്സ് വെക്കുകയാണ്. റെക്ടാങ്കുലർ ബോക്സിൻ്റെ നീളവും വീതിയും ഹൈറ്റും എക്സ് വൈ സെഡ് ആണെന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ വോളിയം വി ഈക്വൽ ടു എക്സ് വൈ സെഡ് ആയിരിക്കും. അപ്പം എഫ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആണ്. എഫ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ്. സ്പിയർ ആണ്. ഈ സ്പിയറിൻ്റെ അകത്താണ്. സ്പിയർ തന്നിട്ടുണ്ട്. അപ്പം ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സ്പിയർ. ഇത് എഫ്. അപ്പം നമ്മൾ ഡെൽ എഫ് കണ്ടു. ഡെൽ എഫ് കണ്ടു. ഡെൽ ജി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ സെഡ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് കിട്ടും. എക്സ് സെഡ് ഈക്വൽ ടു ലാംഡ വൈ എന്ന് കിട്ടും. ആൻഡ് എക്സ് വൈ ഈക്വൽ ടു ലാംഡ സെഡ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ആയത് വൈ സെഡ് ഈക്വൽ ടു ലാംഡ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വൈ സെഡ് ഈക്വൽ ടു ലാംഡ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ഇതിനെ നമ്മൾ വൈ കൊണ്ട് രണ്ടാമത്തേനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എക്സ് വൈ സെഡ് ഈക്വൽ ടു ലാംഡ വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം ലാംഡ രണ്ടിനും ലെഫ്റ്റ് സൈഡിൽ എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് ലാംഡ എക്സ് സ്ക്വയർ ഈക്വൽ ടു ലാംഡ വൈ സ്ക്വയർ. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ.
വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് കിട്ടി. വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ് വൈ ഈക്വൽ ടു ഇതാ ഈ എക്സ് വൈ ഈക്വൽ ടു ലാംഡ സെഡിനെ നമ്മൾ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് വൈ സെഡ് ഈക്വൽ ടു ലാംഡ സെഡ് സ്ക്വയർ എന്ന് കിട്ടും. ലാംഡ സെഡ് സ്ക്വയർ എന്ന് കിട്ടും. എക്സ് വൈ സെഡ് ഈക്വൽ ടു ലാംഡ സെഡ് സ്ക്വയർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് കിട്ടിയ പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പം വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്, സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്. അത് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനും എക്സ് സ്ക്വയർ തന്നെയായിരിക്കും, സെഡ് സ്ക്വയറിനും എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പം 3x സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ ഈക്വൽ ടു 3x സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/3, എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/3. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/3 എന്ന് കിട്ടും. മൈനസ് ഒരിക്കലും ശരിയാകത്തില്ല, അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1/3 ആയിരിക്കും. വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്, അപ്പം വൈയും പ്ലസ് ആയിരിക്കും. അപ്പം എക്സ് 1/3, വൈ 1/3, സെഡ് 1/3. അപ്പം നീളവും വീതിയും ഉയരവും ഒന്ന് തന്നെയായിരിക്കണം. അത് 1/3 ആണ്. ഈ സ്പിയറിൻ്റെ റേഡിയസ് 1 ആണെങ്കിൽ അതിന് ഉള്ളിൽ കൊള്ളുന്ന ഏറ്റവും വലിയ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ നീളവും വീതിയും ഹൈറ്റും തുല്യമായിരിക്കണം. അതെന്തായിരിക്കണം? 1/√3 ആയിരിക്കണം. ഓക്കെ.